ഗായ്സ്, ഇന്ന് ഞാൻ നമ്മളെ നാട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിട്ടോ. ഞാൻ ഫസ്റ്റ് പഠിച്ചത് തന്നെ പായസം ഉണ്ടാക്കാനാണ്. ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പഠിച്ചൊരു സംഭവമാണ് പായസം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് കാരമലൈസ്ഡ് ആയിട്ടുള്ള പാലടപ്രഥമൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇതൊരു പാലടയാണ്. ഇത് അവർ വാങ്ങിയിട്ടുള്ളത് ബ്രൗൺ പാലടയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ സാധാരണ യൂസ് ചെയ്യൽ വൈറ്റ് പാലടയാണ്. പിന്നെ പഞ്ചസാര വേണം, മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മതി. കാരമലൈസ് ആകുമ്പോൾ ശരിക്കും മിൽക്ക് മെയ്ഡ് വേണമെന്നില്ല. ഇനി നമുക്ക് മധുരം എന്തെങ്കിലും കറക്ഷനും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനും നമുക്ക് ഒരു അമൂലിൻ്റെ മിഠായി മെയ്ഡ് മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പാലാണ്, മിൽമയുടെ പാല് ഒരു 5 പാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ചിട്ടാണ് നമ്മൾ പാലട അതിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാനിന്ന് കാരമലൈസ്ഡ് ആയിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ കുക്കർ ചൂടായിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്ലെയിമിലുണ്ട്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പഞ്ചസാര ഉരുക്കാനാണ് വെക്കുക. പഞ്ചസാര ഉരുക്കിയതിനാണ് കാരമലൈസ്ഡ് എന്ന് പറയുക കേട്ടോ. ഞാൻ വേറൊരു കപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇത് യോഗട്ടിൻ്റെ കപ്പാണ് കേട്ടോ, ചെറിയ യോഗട്ടിൻ്റെ കപ്പാണ്. അപ്പോൾ ഒരു 500 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് മെല്ലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ. സിമ്മിലാക്കുക, അതായത് ബേണർ സിമ്മിലാക്കുക. അങ്ങനെ ഞാൻ കാരമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ലോങ് ഇങ്ങനെ അത്യാവശ്യം ഇറക്കുള്ളൊരു കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരമലൈസ് ആക്കാൻ വേണ്ടിയിട്ട്. അടി പിടിക്കാതിരിക്കാൻ സിമ്മിലേ ആക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കാരമലൈസ്ഡ് ആക്കി എടുക്കുകയാണ് പഞ്ചസാര ചെയ്യേണ്ടത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ 200 ഗ്രാമിൻ്റെ അട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടെടുക്കുകയാണ് ചെയ്യുക. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വെന്ത് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ആയിട്ടുള്ളത് ഇട്ടിട്ട് പിന്നെ ഒരു 30 മിനിറ്റ്സ് വരെ ഇതിങ്ങനെ വെക്കണം. അതേപോലെ പഞ്ചസാര കാരമലൈസ് ആയിട്ടില്ല, കുറച്ച് ടൈം എടുക്കും അത് കാരമലൈസ് ആവാൻ. എന്നിട്ട് വേണം നമ്മൾ പാൽ ഒഴിക്കാൻ. കാരമലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും കേട്ടോ കാരമലൈസ് ആവാൻ. കുറച്ച് പഞ്ചസാര കൂടുതലായതുകൊണ്ട് തന്നെ കാരമലൈസ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. കാരമലൈസ് അടിയിൽ ഇങ്ങനെ കാരമലൈസ് ആയി വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയത്തത് മാത്രം ഇങ്ങനെ വേറെ കളറായി മാറും. അപ്പോൾ ഏകദേശം കാരമലൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആയിട്ടില്ല, എന്നാലും കുറേയൊക്കെ ആയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് വെച്ച് നോക്കാം, എന്നിട്ട് പാല് വരാം. അപ്പോൾ ഇപ്പോൾ 5 പാക്ക് പാലുണ്ട്. ഇതിലൊന്നിൽ 5.25 അപ്പോൾ 3 ലിറ്റർ 3.5 ലിറ്റർ വരും. ഏകദേശം കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി അത് കറുത്ത് പോയാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇനി പാല് വരാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് 3-4 പ്രാവശ്യം കേകിയിട്ട് ഊറ്റിയെടുത്തതാണിത്. ഇനി അത് നമുക്ക് ആ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 60 മിനിറ്റൊക്കെ നമ്മൾ സിമ്മിലിട്ടിട്ട് കുക്കർ മൂടി വെക്കുകയാണ് ചെയ്യേണ്ടത്. വിസിലിട്ടിട്ട് തന്നെ മൂടി വെക്കണം. അപ്പോൾ ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ 60 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മധുരം നോക്കിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ബോട്ടിലായിരുന്നു, അതിൻ്റെ ഒരു 3/4 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ ആഡ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളക്കുന്നത് വരെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ്.